ഈ യൂട്യൂബൊക്കെ മറ്റേ പ്രൈം ടൈമിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് അറിയുമ്പോൾ കൂടെ കൂടുന്ന ആളുകളും ഉണ്ടാവുമല്ലോ. അത് പിന്നെ ഒരു സമയത്ത് കുറച്ച് ഇല്ലാണ്ടായപ്പോ ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ടായിരുന്നു. അതെന്ത് ആൾക്കാരുടെ സ്വഭാവം എങ്ങനെ നിൽക്കും എങ്ങനെ ആവുന്നൊക്കെ നമുക്കറിയാൻ ഭയങ്കര ഇതായിരുന്നു. ഞാൻ ആ സമയത്ത് എന്റെ ഒരു വണ്ടി വിറ്റിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഓൾറെഡി വേറൊരു ക്രിസ്റ്റ ഉണ്ടായിരുന്നു. ഞാൻ ഷോറൂമിൽ തന്നെ ഇറക്കിയ വണ്ടി, പുതിയ വണ്ടി, ഫ്രഷ് വണ്ടി. അപ്പൊ ആ വണ്ടി ഞാൻ അന്ന് ഒന്ന് വിറ്റു. അപ്പൊ ഞാൻ വിറ്റപ്പോ തന്നെ എന്റെ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ അവിടെയും ഇവിടെ ഒക്കെ പോയിട്ട് പറഞ്ഞൊക്കെ ഞാൻ തന്നെ അങ്ങനൊക്കെ. പക്ഷെ ഇന്ന് പിന്നെ കയ്യിലെ വണ്ടി ഉണ്ട്. കാര്യം വണ്ടി എത്ര വണ്ടിയാണ് ഇപ്പൊ ഞാൻ പറയാ. അപ്പൊ നമ്മളൊന്ന് ചെറുതായിട്ട് നോക്കിയപ്പോഴേക്ക് കൂടെ നടക്കണവരെ അപ്പുറത്തിരുന്നിട്ട് പറയും എന്ത് അതൊക്കെ ഞാൻ തന്നെ കുറെ കേട്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കുറ്റം പറയുക. അപ്പൊ പിന്നെ യൂട്യൂബിൽ തന്നെ നമ്മളെ കൂടെ നടക്കുന്നവരെ വന്നിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി കമന്റ്സ് ചെയ്യുക. അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് കൂടെ നടക്കുന്നവരെ കുറെ കാര്യങ്ങൾ കാട്ടിയിട്ടുണ്ടായിരുന്നു. മാക്സിമം എല്ലായിടത്തുനിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക അല്ലേ? എന്റെ ശരിക്കുള്ള നാട് ഇങ്ങനെ അവിടുന്ന് മഞ്ചക്കൽ പിലാക്കട് എന്നൊക്കെ പറയും. ഇപ്പൊ ഞാനിപ്പോ താമസിക്കുന്നത് ചെർപ്പളശ്ശേരിയാണ്. ഇപ്പൊ ഞാൻ അങ്ങോട്ടായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ മാത്രം. നമുക്ക് ഇപ്പൊ ഹാപ്പിയാണ്, കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല, അടിപൊളിയായിട്ട് തന്നെ പോണു. പിന്നെ അങ്ങനെ യൂട്യൂബ് ഞാൻ പറയില്ല, അങ്ങോട്ട് വിട്ടു. ഞാൻ ആദ്യം ഒരു ഫോൺ എടുത്താൽ പോലും കൂടിയും അപ്പൊ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടായിരുന്നു. പുതിയ ഫോൺ വാങ്ങി, അത് വാങ്ങി, ഇത് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ പിന്നെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലത്തെ ഒരു കാര്യം ഞാൻ യൂട്യൂബിൽ പറയില്ല. അത് കൂടുതൽ ശത്രുക്കൾക്ക് തോന്നുന്നു കുടുംബക്കാരും അല്ലെങ്കിൽ നമ്മളെ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഞാനത് പറ്റേ നിർത്തി. ഞങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഓരോ ഗിവ് അവോളും അങ്ങനെ ചെറിയ ഓരോ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ വേറെ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സൈഡിലൂടെ ഇങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് പോണു.